ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുട്ടിയുടെ സ്കൂളിൽ വന്നിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഝാൻസി റാണിയുടെ മത്സരമൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ കുറച്ച് മത്സരവും പിന്നെ ഉച്ചകഴിഞ്ഞ് സമ്മാനദാനമായിരുന്നു. അപ്പം പിള്ളേരെല്ലാം കഴിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞാനും വാവയും സമ്മാനം കൊടുക്കുന്ന കാണാൻ വന്നതാണ്. അപ്പം നമ്മുടെ കുട്ടിക്ക് സ്കൂൾ കുട്ടി ഇതാ അവിടെ നിന്ന് തുള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കുട്ടിക്കും സമ്മാനമുണ്ടെന്ന് ടീച്ചർ തലേന്ന് വിളിച്ച് പറഞ്ഞു. വരാതിരിക്കരുത്, പരിപാടിയാണെന്ന് പറഞ്ഞ് വരാതിരിക്കരുതെന്ന് വിളിച്ച് പറഞ്ഞു. ഇവിടെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെ സമ്മാനമുള്ള കുട്ടികൾക്ക് എല്ലാം വരിവരിയായിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഈ സമ്മാനം എത്ര സ്ഥാനമാണ്, ഫസ്റ്റ് എന്തുവാ, സെക്കൻഡ് എന്തുവാ, തേർഡ് എന്തോ, ഇതൊന്നും അറിയത്തില്ല. സമ്മാനം കിട്ടുന്നു, മേടിക്കുന്നു, പോരുന്നു. അത് വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ എത്ര സ്ഥാനമായിരുന്നു കുഞ്ഞെ, അല്ലെങ്കിൽ അതിന് മുമ്പ് ചോദിച്ചാൽ അതിനറിയത്തില്ല. ഇത് ഡ്രോയിങ്ങിൻ്റെയാണ് കേട്ടോ. സെക്കൻഡാണ് നമ്മുടെ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഡ്രോയിങ്ങിന്, പെൻസിൽ ഡ്രോയിങ്ങിന് സെക്കൻഡാണേ. അപ്പം അതിൻ്റെ സമ്മാനം മേടിച്ചുകൊണ്ട് ആൾ സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. 2 സമ്മാനമുണ്ട് കേട്ടോ. വളരെ സന്തോഷമായിട്ടുണ്ട് എനിക്ക്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. അപ്പം KG സ്റ്റുഡൻസിൻ്റെയാണ്, പ്രീ KG, LKG, UKGയുടെ മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡാണ് നിൽക്കുന്നത് ഡ്രോയിങ്ങിൽ, പെൻസിൽ ഡ്രോയിങ്ങിൽ. പിന്നെ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത് ഫാൻസി ഡ്രസ്സിനായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം ഝാൻസി റാണിയായിരുന്നു ആക്കിയിരുന്നത്. ഝാൻസി റാണിക്ക് 3rd പ്രൈസാണ് കിട്ടിയിരുന്നത്. വളരെ സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പം. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുഴുവൻ കുട്ടികളും ഫാൻസി ഡ്രസ്സിങ്ങിനായിരുന്നു കേട്ടോ. മറ്റേ പദ്യം ചൊല്ലത്, പദ്യപാരായണം, പിന്നെ സ്പീച്ച്, ഇംഗ്ലീഷിലെ മലയാളത്തിലൊക്കെ ഉണ്ട്. എല്ലാ സിനിമാറ്റിക് ഡാൻസ്, അല്ലാത്ത ഡാൻസ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി ഇതിന് 2 ചേർന്നുള്ളൂ. അപ്പോൾ 2 സമ്മാനം കിട്ടി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പരാതിയില്ല. നമുക്കറിയാമല്ലോ, ഒത്തിരിയും പിള്ളേർ, ജഡ്ജസിന് തന്നെ കൺഫ്യൂഷനാകും, ആർക്ക് ഫസ്റ്റ് കൊടുക്കണം, ആർക്ക് സെക്കൻഡ് കൊടുക്കണം. അതുപോലെ എല്ലാവരുടെയും വീട്ടുകാർ നല്ല ഭംഗിയായിട്ട് പിള്ളേരെ ഓരോ ക്രിയേറ്റീവായിട്ടൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഓരോ പരിപാടിക്ക് ചേർത്തത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഫാൻസി ഡ്രസ്സിനെ കുറിച്ചാണ്. അതുപോലെ നല്ല തീമും അങ്ങനെയൊക്കെ വെച്ചാണ് ഓരോ പിള്ളേരും ഇത് അവതരിപ്പിച്ചത്. നല്ല തീമുകൾ അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല 3rd കിട്ടുമെന്ന്, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം സന്തോഷമായിരുന്നു. ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കുശുമ്പോൾ അല്ലെങ്കിൽ വേറെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി, എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അർഹിക്കുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ കിട്ടി. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും അവർക്കും ഇത് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അടുത്ത സ്റ്റേജിലേക്ക് ഒരു ഉത്തേജനമാണ്. ഇതിലും നല്ലതാക്കുക എന്നുള്ളത്. കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.